നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. അക്ഷരങ്ങളും പുസ്തകങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ ഒരു ചുമട്ട് തൊഴിലാളിയെയും ചെറുമകളെയും പരിചയപ്പെടാം. ചേർത്തല വല്ലയിൽ സ്വദേശിയായ VR കാർത്തികേയനും ചെറുമകൾ 8ാം ക്ലാസ് വിദ്യാർത്ഥി അരുണിമയും. വായനാ ദിനത്തിലെ ഒരു വേറിട്ട വാർത്ത. ചേർത്തല മുട്ടം മാർക്കറ്റിലെ ചുമട്ടുതൊഴിലാളിയായ വല്ലയിൽ VR കാർത്തികേയനും ചെറുമകൾ അരുണിമയും. 6ാം ക്ലാസ് വരെ പഠിച്ച VR കാർത്തികേയൻ വായനയുടെയും അറിവിൻ്റെയും ലോകത്തേക്ക് സ്വയം ഇഴുകിച്ചേരുകയായിരുന്നു. അച്ഛൻ VA രാഘവൻ്റെ പാതയിലേക്കാണ് മകൻ കാർത്തികേയനും എത്തിയത്. രാമായണം, മഹാഭാരതം, ബൈബിൾ, ഖുർആൻ തുടങ്ങിയ മതഗ്രന്ഥങ്ങളും ചരിത്ര പുസ്തകങ്ങളും ഉൾപ്പെടെ നൂറുകണക്കിന് പുസ്തകങ്ങൾ VR കാർത്തികേയൻ വായിച്ചിട്ടുണ്ട്. പത്രങ്ങളും പുസ്തകങ്ങളും 67കാരനായ കാർത്തികേയൻ്റെ കൂടപ്പിറപ്പാണ്. വല്ലയിൽ ക്ഷേത്രത്തിന് സമീപത്തുള്ള ചെറിയ വീട്ടിൽ വലിയ പുസ്തക ശേഖരവുമുണ്ട്. മക്കളായ കവിതയും സരിതയും വായനയുടെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. സരിതയുടെ മകൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അരുണിമ വായന റാണിയാണ്. കോട്ടയം മൗണ്ട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വായന റാണി. 122 പുസ്തകങ്ങൾ വായിച്ച് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കിയാണ് ചെറിയ പ്രായത്തിൽ വായനാ റാണി പട്ടം സ്വന്തമാക്കിയത്. ചെറുപ്പം തൊട്ടേ പത്രമൊക്കെ വായിക്കുമായിരുന്നു. ആ സമയത്ത് അങ്ങനെ വായിച്ചു വന്നപ്പോഴത്തേക്കും ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ ഇവിടുന്ന് ഒരു ബുക്ക്, അതായത് അപ്പൂപ്പൻ്റെ ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുത്തു. ടോട്ടോച്ചാനാണ് ഫസ്റ്റ് വായിച്ചത്. അങ്ങനെ വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റീവായിട്ട് തോന്നി. അങ്ങനെ പിന്നെ ഒരുപാട് നല്ല ബുക്സ് കിട്ടിയപ്പോഴത്തേക്കും വായിക്കാൻ തുടങ്ങി. ഞാനൊരു സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സിവിൽ സർവീസിൽ കളക്ടർ ആവുക അല്ലെങ്കിൽ IFS. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മേഖലയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് എല്ലാവരും പറയുന്നത് വായന കുറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണെന്നാണ്. പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. സോ നമ്മൾ എത്രത്തോളം ബുക്ക് വായിക്കുന്നോ അത്രത്തോളം നമുക്ക് അറിവേ ലഭിക്കുകയുള്ളൂ. നമ്മൾ ബുക്ക് വായിക്കുക, നമുക്ക് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക, അവർക്കുള്ള അറിവ് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ നമുക്ക് ഒരുപാട് നോളജ് കിട്ടുമായിരിക്കും. അതിന് ഏറ്റവും നല്ലത് നമുക്ക് കൂടുതൽ കഥകൾ പോലത്തെ ബുക്സിൽ ചെറിയ ബുക്സിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും ബെറ്റർ. അപ്പം നല്ല മനസ്സിൽ ചില ബുക്സ് വായിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ നമ്മുടെ മനസ്സിൽ വരും. ബഷീറിൻ്റെ ബുക്സൊക്കെ നല്ല രസമാണ് വായിക്കാൻ. സോ അതേപോലത്തെ ബുക്സൊക്കെ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ വായിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലൊക്കെ വരുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ബുക്സ് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കാൻ, അതേപോലെയുള്ള ബുക്സൊക്കെ വായിക്കാൻ വളരെ ഇൻട്രസ്റ്റീവ് ആയി. മുത്തച്ഛൻ്റെ പാതയിൽ കുരുന്നിലെ വായനാശീലം തുടങ്ങി. ദിവസവും പത്രവായന, അത് ദിനചര്യയുടെ ഭാഗം. ചെറുപ്പം തൊട്ട് ഇവിടുന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പത്രം വരുത്തായിരുന്നു. അപ്പോൾ പത്രമൊക്കെ കുറച്ച് തന്നെ വായിക്കാനുള്ള താല്പര്യം, അതൊരു ഇൻട്രസ്റ്റ് ചെറുപ്പം തൊട്ട് കുഞ്ഞിലെ തൊട്ട് കാണിക്കുമായിരുന്നു. ഞാൻ ഇവിടെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിരുന്ന് നോക്കുകയും അതുപോലെ ഒരു പ്രധാനമായിട്ടും അറിവ് നേടണം എന്നുള്ളൊരു താല്പര്യം സ്വയമേ ഉണ്ടായിരുന്നു. ഇപ്പോൾ വായിക്കാൻ ആവശ്യമായ പുസ്തകങ്ങൾ ഇപ്പോഴും ഇവിടെ ഏതെങ്കിലും പുതിയ പുസ്തകങ്ങളൊന്നും ഇവിടെ തന്നെ ഉള്ളതിൽ ഇപ്പോൾ ഒരു 10ഓളം പുസ്തകങ്ങൾ വീട്ടിലായി. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അഗ്നിച്ചിറകുള്ള അബ്ദുൽ കലാം, അത് വായിക്കുമ്പോൾ ആ പഠനത്തോടുള്ള താല്പര്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ പുസ്തകമാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള സംഭവങ്ങൾ അത് വായിക്കാനുള്ളൊരു പുരോഗതി ഉണ്ടാവും. ഇപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ കഥ, അത് വായിക്കുമ്പോഴത്തേക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി, അതിനെപ്പറ്റി ആ ചരിത്രത്തെ പറ്റി പഠിക്കാനായിട്ടുള്ള അത് പഠിച്ചിട്ട് വരും. അപ്പം അങ്ങനെ ഓരോ ഇതിലും ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ശരിയായൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടും. അതിലൂടെ ഒരു വലിയ പുരോഗതി അദ്ദേഹം മോള് കാക്ഷിക്കുന്നുണ്ട്. ആ രൂപത്തിലേക്ക് എത്തിച്ചേരാൻ സർവേശ്വരൻ സഹായിക്കട്ടെ. ഈ വായനാ ദിനത്തിൽ എല്ലാ ദിനങ്ങൾക്കും എനിക്ക് പറയാനുള്ളത്, എല്ലാവരും ഇപ്പം ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ്, മൊബൈലൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പം മുമ്പത്തെ കൂട്ടി എനിക്ക് പത്രങ്ങൾ വായിക്കാൻ കഴിയുന്നില്ല. പത്രം മാത്രമാണ് ഇപ്പോൾ വായിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കാനായിട്ട് ഇരുന്ന് വായിക്കാൻ കഴിയുന്നില്ല, കണ്ണിന് പ്രശ്നമുണ്ട്. അപ്പോൾ എങ്കിൽ പോലും വായനാ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും മൊബൈൽ നോക്കിക്കോ, പക്ഷേ വായനയുടെ സുഖം ഇതിലൊന്നിനും കിട്ടത്തില്ല. വായനയിൽ മാത്രമല്ല അരുണിമ തൻ്റെ പ്രതിഭ തെളിയിക്കുന്നത്. നൃത്തം, ചിത്രരചന, കാവ്യാലാപനം, ക്ലേ മോഡലിംഗ്, ആയോധന കലയായ ഉഷു എന്നിവയിലും അരുണിമ ശ്രദ്ധേയയാണ്. ചണ്ഡീഗഡ് സർവകലാശാലയിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിപ്ലോമ ലഭിച്ചിട്ടുണ്ട്. ഉഷു പരിശീലനവും നടത്തിവരുന്നു. ഇതിൽ കോട്ടയം ജില്ലാ ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ട്. കലാകായിക രംഗത്തും അരുണിമ പ്രതീക്ഷ നൽകുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു. സിവിൽ സർവീസാണ് ഇഷ്ടമേഖല. കോട്ടയം മുള്ളൻകുഴി അനിൽ ഭവനിൽ KSRTC കണ്ടക്ടറായ അരുൺകുമാറിൻ്റെയും സരിതയുടെയും മകളാണ്
അരുണിമ. ടൈം ന്യൂസ് ചേർത്തല.